ഇങ്ങനെയൊന്ന് ഞാൻ വായിച്ചൊരു കഥയാണ് പറയുന്നത്. ഒരു ചെറിയൊരു ഹൊറർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ അയാളുടെ അകന്ന ഒരു കസിൻ്റെ വീട്ടിലോട്ട് വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് പോകുമായിരുന്നു. അതൊരു പഴയ തറവാട് വീടായിരുന്നു. അതിനൊരു തട്ടുംപുറമുണ്ടായിരുന്നു. തട്ടുംപുറം പറഞ്ഞാൽ ഒന്നാം നില പോലെ അത് മരങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതേപോലെ തന്നെ അതിനൊരു കോണിപ്പടി ഉണ്ടായിരുന്നു. ഒരു നീണ്ട വരാന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സുഹൃത്തിന് ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ തന്നെ എപ്പോഴും ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നും. അതായത് ആരോ മുകളിൽ നിന്ന് വിളിക്കുന്നത് പോലെ, നീ മുകളിലോട്ട് ഒരിക്കലും കയറരുതെന്ന് ആരോ പറയുന്ന പോലെ, മനസ്സിൽ നിന്ന് തന്നെ പറയുന്ന പോലെയൊക്കെ ഒരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ഒരു സുഹൃത്ത് ഈ സുഹൃത്തിൻ്റെ കസിൻ പറഞ്ഞു, ഞാൻ വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോവാണ്, നീ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമെന്ന്. അപ്പോൾ പെട്ടെന്നൊന്നും തന്നെ ആലോചിക്കാതെ അയാൾ പറഞ്ഞു, ആ ശരി, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം കസിൻ പോയതിന് ശേഷം ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി. മനസ്സിൽ നിന്ന് തന്നെ നീ ഒറ്റയ്ക്ക് ഇരിക്കരുത്, നീ പുറത്തോട്ട് പോ എന്നൊക്കെ പറയുന്ന പോലെ അയാൾക്ക് തോന്നി തുടങ്ങി. അയാളത് ടി വി കുറച്ച് നേരം കണ്ടിരുന്നു, പിന്നെ അതേപോലെ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു, കഥകൾ വായിക്കാൻ നോക്കി, ഒന്നിലും തന്നെ മനസ്സ് സ്റ്റിക്കാവുന്നില്ല. എന്നിട്ട് അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വരാന്തയിൽ പോയിരിക്കുമ്പോഴും അയാളുടെ മനസ്സിൽ പറഞ്ഞു, നീ പുറത്തോട്ട് പോ എന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, മനസ്സ് പറയുന്നതല്ലേ കേൾക്കണമല്ലോ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുറത്തോട്ട് പോയി 1 മണിക്കൂർ നേരം 1.5 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും കസിൻ വന്നു. അങ്ങനെ അതിനുശേഷം ആ ഒരു കഥ തീർന്നു. ഇയാൾക്കിത് പേടിയായിട്ട് കൂടുതൽ തോന്നിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പിന്നീട് 2 വർഷത്തിന് ശേഷം ഇയാളുടെ അമ്മേനെ വിളിച്ച സമയത്ത് അമ്മ പറഞ്ഞു, വർത്തമാനത്തിൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞു, അന്ന് നമ്മൾ പോയ ആ ഒരു കസിൻ്റെ വീടില്ലേ, ആ വീട്ടിൽ ഒരു പ്രായമായ ഒരാൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന്, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് മരിച്ചതെന്നും പറഞ്ഞു. അതിനുശേഷം വീണ്ടും 1 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ അയാൾ വീണ്ടും ഒരു കാര്യം കേട്ടു. അയാൾ ഇതേപോലെ തന്നെ ആ വീട്ടിൽ വേറൊരാൾക്കാർ താമസിക്കാൻ വന്നു. താമസിക്കുന്ന സമയത്ത് അവിടെയും ഒരാൾ ആത്മഹത്യ ചെയ്തു. അയാളും ഇതേപോലെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് എന്ന് അയാൾ കേൾക്കാനിടയുണ്ടായി. നിങ്ങളാണ് ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ഫീൽ ചെയ്യാമെന്ന് പറയണം. പ്രേതകഥ എന്ന് പറയാനില്ല, പക്ഷെ ഒരു നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്തു ഇതെനിക്ക് വായിച്ച സമയത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രേതാനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മെയിൽ അയക്കാം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഞാനത് നല്ല കഥയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ ശ്രമിക്കാം.